അസ്സലാമു അലൈക്കും. ഈ കബാബ് പോലത്തെ ഐറ്റംസൊക്കെ ഗൾഫിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ ഫ്രൈനോടൊന്നും കോർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും സംഭവം പിന്നെ പിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പ്രിപ്പയർ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ഇതൊരു തുർക്കിഷ് ചിക്കൻ കബാബാണ് കേട്ടോ. എല്ലില്ലാത്ത ചിക്കൻ പീസസിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, പുതിനയില, പാസ്ലി ലീവ്സ്. പാസ്ലി ലീഫ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കൊറിയൻഡർ ലീഫ് യൂസ് ചെയ്യും. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഡൊമിയുടെ മിൻസർ പ്ലസ് ചോപ്പറിലാണ് കേട്ടോ. ഇതിൽ മിൻസിങ്ങും നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ചോപ്പിങ്ങും നമുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള സവാളയും ക്യാപ്സിക്കവും കൂടി നല്ല പോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിലുള്ള ജ്യൂസൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഈ ഒരു ചിക്കൻ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വിനെഗർ, പിന്നെ ഒലിവ് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഷേപ്പാക്കി എടുക്കാം. എൻ്റെ സ്റ്റിക്ക് നല്ല കനം കുറഞ്ഞതായതുകൊണ്ട് ഞാൻ കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് കുറച്ച് ഒലിവ് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഡൊമിയുടെ ഓവനിലാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 200°C 20 മിനിറ്റ്സ് ആണ് ഈ ഒരു കബാബ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുത്തത്. ആൻഡ് ഈ ഒരു ഡൊമിയുടെ പ്രൊഡക്ട്സ് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഗുഡ് ക്വാളിറ്റി ആണ് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിലെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിസയും അതുപോലെ കേക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി നിങ്ങളതിൽ ഓവൻ ഇല്ലെങ്കിൽ കുറച്ച് ഓയിലിൽ എയർ ഫ്രൈ ചെയ്യുകയോ അതിൽ പാനിൽ ഫ്രൈ ചെയ്യുകയോ ചെയ്യാം. എന്നിട്ട് ഇതിലേക്കുള്ള സലാഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറച്ച് പാസ്ലി ലീഫ് അല്ലെങ്കിൽ കൊറിയൻഡർ ലീഫിൽ സവാളയും കുറച്ച് തക്കാളിയും ഉപ്പും വിനെഗറും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ സംഭവം സെറ്റ്. അടിപൊളി ടേസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് പറയാം. ബൈ ബൈ.